നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് ഒന്ന് പോയാൽ, വട്ടിയൂർക്കാവിൽ നമുക്കറിയാം മേയർ ബ്രോ, അതായത് VK പ്രശാന്ത് മത്സരിക്കുന്നു, K മുരളീധരൻ മത്സരിക്കുന്നു, അതോടൊപ്പം R ശ്രീലേഖ മത്സരിക്കുന്നു. ഇവർ 3 പേരും കൂടിയാണ് വട്ടിയൂർക്കാവിൽ വലിയ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ, അല്ലെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ, അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പലയിടങ്ങളിലും ഇപ്പോൾ നിശബ്ദമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം കാണാം. ഇപ്പൊ നമുക്കറിയാം, അതിന്റെ ആ ഒരു നിരാശയുടെ അനുരണനമായിട്ടാണ് ഒരു കുടുംബ വഴക്കിനെ ഒരു വംശീയ കലാപത്തിലേക്ക് കൊണ്ടെത്തിച്ച്, രാഷ്ട്രീയ കലാപത്തിലേക്ക് കൊണ്ടെത്തിച്ച്, ആ രാഷ്ട്രീയ കലാപത്തെ ഒരു വംശീയ കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന കുടില ശ്രമങ്ങൾ നമ്മൾ കാണേണ്ടതാണ് നെട്ടയത്ത് നടക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ അവർ കൊണ്ടെത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരു തോൽവി അവിടേക്ക് ആരാണ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്? പോടാ പുല്ലേ പോലീസ് എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് മുൻ പോലീസ് മേധാവിയായിരിക്കുന്ന R ശ്രീലേഖ തന്നെയാണ്. ഈ ശ്രീലേഖ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് അവിടുത്തെ BJPക്കാർക്ക് വളരെ വ്യക്തമായി അറിയാം. തന്നെയുമല്ല, R ശ്രീലേഖയെ പോലെ ഒരു നേതാവിനെ അവിടെ കൊണ്ട് നിർത്തിയത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല. അങ്ങ് താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ഗ്രൗണ്ട് ടു എർത്ത് എന്ന് പറയുന്ന നിലയ്ക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനോ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനോ R ശ്രീലേഖയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ BJP ക്യാമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ, അതുകൊണ്ട് തന്നെ BJPയിലെ ഒരു വിഭാഗം ആളുകൾ ശക്തമായി R ശ്രീലേഖയെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. തന്നെയുമല്ല, കൗൺസിലർ ആയതിനു ശേഷം R ശ്രീലേഖ അവിടെ നടത്തിയിട്ടുള്ള ചില അധികാര വടംവലികൾ, അവര് പുലർത്തിപ്പോരുന്ന ചില തീരുമാനങ്ങൾ, ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഉയർന്നു വരുന്ന ഈ തരത്തിലുള്ള പരാമർശങ്ങൾ, ഇതെല്ലാം R ശ്രീലേഖ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ BJPക്കാർക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ല എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതിന്റെ ഭാഗമായി BJPയിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗം വോട്ടുകളുടെ ഒരു കൊഴിഞ്ഞുപോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് BJP വോട്ടുകൾ കുറവ് സംഭവിച്ചു. ഈ BJP വോട്ടുകളാകട്ടെ എന്നാൽ ഗുണം ചെയ്തത് LDFനാണ് എന്ന് പറയേണ്ടി വരും. അതായത് കോൺഗ്രസിനേക്ക് അല്ല ഈ പറയുന്ന BJP വോട്ടുകളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായിരിക്കുന്നത്, അത് LDFിലേക്ക് അല്ലെങ്കിൽ VK പ്രശാന്തിലേക്കാണ്. VK പ്രശാന്തിലേക്ക് എങ്ങനെ വോട്ട് അല്ലെങ്കിൽ ആ വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊരു ഡീലിന്റെ ഭാഗമൊന്നുമല്ല. അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, VK പ്രശാന്ത് കുറെ കാലം മേയറായി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അന്ന് തന്നെ മേയർ ബ്രോ എന്നുള്ള ചെറുപ്പക്കാർക്കിടയിൽ അടക്കം അങ്ങനെ ഒരു വിളിപ്പേര് നേടിയെടുക്കാൻ പിന്നീട് VK പ്രശാന്തിന് കഴിഞ്ഞു. തുടർന്ന് MLA ആയതിനു ശേഷം MLA ബ്രോ എന്നുള്ള ഒരു വിളിപ്പേര് കൂടി VK പ്രശാന്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഒരു ജനകീയ നേതാവ് എന്ന നിലയിലാണ് VK പ്രശാന്തിന്റെ പ്രാധാന്യം ഇപ്പോഴും ഉള്ളത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അവിടെയുള്ള BJP വോട്ടുകൾ ഭിന്നിക്കുമ്പോൾ ആ വോട്ടുകളിൽ കൂടുതലും പോകാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന മേയർ ബ്രോയിലേക്ക് അല്ലെങ്കിൽ VK പ്രശാന്തിലേക്കാണ്. നിലവിൽ അത്തരം വോട്ടുകളുടെ ഒരു സ്വാധീനം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 8,000-നും 10,000-നും ഇടയ്ക്ക് വോട്ടുകളുടെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ മേയർ ബ്രോയ്ക്ക് കഴിയും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്ന കാര്യം. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കുമ്പോൾ, ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം 3-ാം സ്ഥാനത്തേക്ക് പോയിരുന്നാൽ തന്നെയും ശ്രീലേഖയ്ക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അവർ നിലവിൽ കൗൺസിലറാണ്. ആ കൗൺസിലർ സ്ഥാനത്ത് അവർ തുടരുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഏറ്റവും അധികം പണി കിട്ടാൻ പോകുന്ന ഒരു നേതാവ് ഈ പറയുന്ന കോൺഗ്രസിന്റെ K മുരളീധരൻ തന്നെയാണ്. K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടെയുള്ള അനുകൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് നാലാഞ്ചിറ, ഈ പട്ടം തുടങ്ങിയ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായി K മുരളീധരനിലേക്ക് ഒരു വിഭാഗം വോട്ടുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കൃത്യമായി ഈ പറയുന്ന ആളുകളിലേക്ക് എത്തും. ചില സാമുദായിക വോട്ടുകളുടെ ഒരു ചെറിയ ഭിന്നിപ്പ് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അനുകൂല ഘടകങ്ങളാണ് K മുരളീധരന്റെ. പിന്നെ തന്നെയുമല്ല, K മുരളീധരൻ എന്ന് പറയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ K മുരളീധരനിലേക്ക് തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകൾ ഇത്തവണ ലഭിക്കും. അതായത് ആ കോൺഗ്രസ് ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ കോൺഗ്രസ് വോട്ടുകൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നർത്ഥം. കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ, സാധ്യതയില്ല എന്നല്ല. അപ്പം ഇനി ഇത്തവണ ഈ പറയുന്ന പോലെ മുരളീധരന് അവിടെ ഒരു വലിയ വിജയം ഇനി കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. K മുരളീധരനെ പൊതുവെ ശക്തനായ നേതാവ് എന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ നിന്ന് MLA ആയതിനു ശേഷം അദ്ദേഹം വടകരയിൽ നിന്ന് MP ആയി എന്നതിനപ്പുറത്തേക്ക്
പിന്നീട് ഒരിക്കൽ പോലും തൃശ്ശൂരിൽ വന്ന് അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനു മുൻപോ പിൻപോ അദ്ദേഹത്തിന് ശക്തമായ ഒരു വിജയം ഇവിടെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു വലിയ കാരണമായി തന്നെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. എന്നാൽ തൃശ്ശൂരിൽ ശക്തമായ ഒരു അടിയൊഴുക്കിനെ തുടർന്ന് ഈ പറയുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന അതിശക്തനായ നേതാവിന് കടപുഴകി വീഴേണ്ടി വന്നു. 3-ാം സ്ഥാനത്തേക്ക് തെറിച്ചു വീഴേണ്ടി വന്ന ഒരു ഗതികെട്ട നേതാവായി കെ മുരളീധരൻ മാറി. ശക്തൻ എന്ന് പറയുന്ന ശക്തരിൽ ശക്തൻ എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് പോലും കെ മുരളീധരൻ അർഹനല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ കെ മുരളീധരൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം വരെ നമ്മുടെ കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ചർച്ചയായി മാറുകയും ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ KPCCയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പലർക്കെതിരായി നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള പാലം വലികൾ ഇത്തവണ വട്ടിയൂർക്കാവിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക നിലവിൽ ഈ പറയുന്ന കെ മുരളീധരന് ഉണ്ട്. എന്തുകൊണ്ട് ആ ആശങ്ക ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഈ രീതിയിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന BJP നേതാവ് കൃത്യമായി ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്തു. സ്വന്തം ചേട്ടന്റെ രക്ഷയല്ലേ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു സഹോദരി കരുതുകയുള്ളൂ. പറഞ്ഞു, അപ്പൊ ഈ വീണ്ടും ഇത്തവണയും ആ പാവം പിടിച്ച മനുഷ്യനെ കോൺഗ്രസ്സുകാർ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അത് പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം വോട്ടുകൾക്ക് എവിടെയെങ്കിലും വിള്ളൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അങ്ങനെ തോൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തോൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കെ മുരളീധരൻ എത്തിയാൽ കേരള രാഷ്ട്രീയത്തിൽ ശക്തൻ എന്ന് പറയുന്ന വിളിപ്പേര് തന്നെ കെ മുരളീധരൻ ഇല്ലാതെയാകും. എരണംകെട്ട ഒരു നേതാവ് എന്നുള്ള ഒരു വിളിപ്പേരോ അല്ലെങ്കിൽ ഒരു വിശേഷണമോ കെ മുരളീധരനെ തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ കെ മുരളീധരൻ പിന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറിയ ഒരു നേതാവായി മാറും. കെ കരുണാകരനെ എങ്ങനെയാണോ ഇതിനു മുൻപുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരെല്ലാവരും ഒതുക്കി ഒരു വഴിക്കാക്കി തീർത്തത്, അതേപോലെ തന്നെ കെ മുരളീധരനെയും ഒതുക്കി ഒരു വശത്തേക്ക് മാറ്റിയിരുത്തി കളയും. നിന്നാൽ ജയിക്കാൻ ഒരു മിനിമം ഗ്യാരണ്ടി പോലും ഇല്ലാത്ത ഒരു നേതാവ് എന്ന നിലയിലേക്ക് തന്നെ കെ മുരളീധരൻ അധപ്പതിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ കെ മുരളീധരൻ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് പോയാൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കാൻ തക്ക ശേഷിയുള്ള ഒരാളായി അദ്ദേഹം ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുകയുമില്ല. അപ്പോ ഇത്തവണ കെ മുരളീധരനെ ഒതുക്കേണ്ടതും ആവശ്യമാണ്. കാര്യം കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ ആവശ്യപ്പെടാൻ നിരവധി വകുപ്പുകളുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ. അപ്പം ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തവണ കെ മുരളീധരനെ ഒതുക്കുക തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സാധ്യത കൂടി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിലവിൽ ഉണ്ട്. അപ്പം ഇത് ഒരു വലിയ പ്രതിസന്ധിയായി മാറുമ്പോൾ കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറുകയും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച പോലെ മേയർ ബ്രോ വിജയിച്ച് വരാനുള്ള സാധ്യതകളാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ പറയുന്ന BJP വോട്ടുകളിലുണ്ടായ ശക്തമായ വിള്ളൽ, അതോടൊപ്പം കോൺഗ്രസിന് അകത്തേക്ക് അടിസ്ഥാന വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ തന്നെയും ഇളകിക്കൊണ്ടിരിക്കുന്ന ചില വോട്ടുകൾ കെ മുരളീധരനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്കയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ചില സാമുദായിക വോട്ടുകളിൽ ഭിന്നതയുണ്ടായി. അത് VK പ്രശാന്തിന് ഗുണം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം ഒരു മേയർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും ഒരു MLA എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും ഈ VK പ്രശാന്ത് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും അവിടെയുള്ള ജനങ്ങൾ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ IPS ഈ പറയുന്ന പോലെ കൗൺസിലർ എന്നുള്ള സ്ഥാനത്തേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി വട്ടിയൂർക്കാവിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി വീണ്ടും വനവാസം എന്നുള്ള നിലയിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് എത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.